ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും അവിലും കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം അതിനായി വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ടുള്ള പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. അതിനെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാഷ്നട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്നട്ട് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്നട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിൽ കിടന്ന് പഴം നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ വേഗം തന്നെ ഇത് കുക്കായി കിട്ടും. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. പഴമെല്ലാം നന്നായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഉടച്ചും കൂടെ എടുക്കാം. ഈ തവ കൊണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പഴം നന്നായിട്ട് ഇനി ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകൾ കിടന്നാലും കുഴപ്പമില്ല. മാക്സിമം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവിലായിരുന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ അവിൽ നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ അവിലെടുത്ത അതേ അളവിൽ തന്നെയാണ് 1 കപ്പ് റവ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല. രണ്ടും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കരപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പൊടിച്ച ശർക്കരയിലേക്കാണ് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് കൊടുക്കാം.
റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബാക്കി വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് വീതം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരമൊന്ന് കുറവായി തോന്നിയതുകൊണ്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ഏലക്ക പൗഡറും എല്ലാം ഒരുമിച്ച് ഒന്ന് യോജിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടോട്ടൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും 1/4 കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തതുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള ബാറ്ററല്ല വേണ്ടത്, ഒത്തിരി ഒന്ന് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററാക്കി വേണം എടുക്കേണ്ടത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേറെ സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ ബൗളിലും ഞാൻ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ 10 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നന്നായിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരെണ്ണം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതുമെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാത്തിനും ഒന്ന് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായി വെച്ച് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. കുക്കാക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം.
ടൂത്ത് പിക്കൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ ബൗളിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. സ്നാക്സ് എല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ബൗളിൽ നിന്നും മാറ്റിയെടുക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമാകുന്നതിൽ